കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്യാപ്ഷൻ ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഈ വിഷുവിന് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വിഷു സദ്യ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കേക്ക് പിസ്ത ഫ്ലേവേർഡ് കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1 കപ്പ് മൈദാമാവിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റുകയാണ്. എന്നിട്ട് അതിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഇടുകയാണ്. 1 kg അളവിനുള്ള ഒരു സ്പോഞ്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ഇട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഒരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. എന്നാലേ നല്ല കേക്ക് സ്പോഞ്ച് നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. ഇനി കേക്കിൽ ചേർക്കാനുള്ള മിൽക്ക് മിക്സ് ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ, ചെറിയ ചൂടുള്ള പാലും അതിൽ 1/4 ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്യുകയാണ്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നല്ല ഉണങ്ങിയ, നല്ല ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളോ ഇതുപോലൊരു ചരുവോ എടുത്തിട്ട് അതിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന 4 മുട്ട വേണം പൊട്ടിച്ചൊഴിക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടത്തില്ല. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ബീറ്റ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ പിസ്ത എസൻസ് ഒഴിക്കുകയാണ്. നമുക്ക് പിസ്ത ഫ്ലേവേർഡ് സ്പോഞ്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഒരു 1/4 ടീസ്പൂൺ പിസ്ത എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും. ഇതുപോലൊരു ഗ്രീൻ കളർ കിട്ടും. അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യണം. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലില്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട്, കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതും കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതുപോലൊരു തടിയുടെ ചട്ടുകം കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കും, ഓവറായിട്ട് മിക്സ് ആവത്തുമില്ല. നമ്മളതിൽ സ്പാക്ചുല ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല രീതിയിൽ ഉണ്ട ഇട്ടാതെ ഇളക്കി കൊടുക്കണം. അതും പതുക്കെ ഇളക്കാവുള്ളൂ, ഭയങ്കര സ്പീഡ് പാടില്ല, പതുക്കെ ഇളക്കി കൊടുക്കണം. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല കട്ടിയായി പോവുകയോ അല്ലെങ്കിൽ മദ്യം വെടിച്ച് കീറുകയോ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോവും. അതുകൊണ്ടാണ് പതുക്കെ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കതിൽ 1 ടീസ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്വയർ ട്രേയിൽ ഒഴിച്ചു കൊടുക്കുക. പതുക്കെ ഒഴിച്ചു കൊടുക്കണം, അടിച്ചൊഴിക്കരുത്, പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ബേക്ക് ചെയ്യാനുള്ള ഒരു വലിയ ചരുവും അതിനകത്ത് റിങ്ങൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് കേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും അത് ലോ ഫ്ലെയിമിലിരുന്ന് നല്ല ചൂടായാൽ മാത്രമേ കേക്ക് നല്ല ബേക്കായിട്ട് വരത്തുള്ളൂ. ഇതിപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താൽ, ഞാൻ ഇരുമ്പിൻ്റെ ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കുകയാണ്. 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കേക്ക് നല്ല ബേക്കായി കിട്ടി. ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളെ കേക്ക് അകമൊക്കെ നല്ല വെന്തെന്നാണ് അർത്ഥം. ഇതുപോലെ ഉടനെ തന്നെ എടുക്കണം, അതിൽ വെച്ചുകൂടാ, എടുത്ത് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ഇത് കേക്കിലിടാനുള്ള നട്ട്സാണ്. ഇതിനായിട്ട് ഒരു 10 കാഷ്യൂവും 10 ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ
ബട്ടറും 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിന് പാല്, ചെറിയ ചൂടുള്ള പാലും അതിൽ 4 ഡ്രോപ്പ് പിസ്ത എസൻസ് ഒഴിച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളവിന് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ചൂടുണ്ടെങ്കിലേ നല്ല മിക്സ് ആയിട്ട് കിട്ടത്തുള്ളൂ. മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്കതിൽ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. ഇത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് നല്ല നീളത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് 2 ലെയർ ചെയ്തിട്ട് 3ാമത്തെ ലെയർ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഫസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ലെയറിൽ നിന്ന് ഇതുപോലെ 2ആക്കി കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തത് ഇതുപോലെ വയ്ക്കുകയാണ്. ഇനി നമ്മൾ സോക്ക് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിൽക്ക് വെച്ചാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബ്രഷ് വെച്ച് സോക്ക് ചെയ്യാം, സ്പൂൺ വെച്ചാണെങ്കിലും മതി. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ സോക്ക് ആവരുത്, എന്നാൽ നമുക്ക് കേക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല, മിക്സായി പോവും. അതുകൊണ്ട് കുറച്ച് സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൻ്റെ ഐസിങ് ചെയ്യുകയാണ്. വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ഇതുപോലെ ഐസിങ് ബാഗിലാക്കി എല്ലായിടവും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഐസിങ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പോഞ്ചിന് കറക്റ്റ് ലെങ്ത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ 2 ലെയർ ആക്കിയിട്ട് 3ാമത്തെ ലെയർ ലെങ്തിന് വേണ്ടിയിട്ട് എടുത്തത്. നമുക്കിപ്പം റെക്റ്റാങ്കിൾ രീതിയിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് അത് ഐസിങ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരും. ഇതിപ്പം റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഞാനിതിൽ ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇത് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം, നമുക്ക് ഒരു ലെയറേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് ലെയറാണിത്. 2 ലെയറേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി കേക്കും കൂടി നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. 3ാമത്തെ ലെയറിൻ്റെ ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സോക്ക് ചെയ്യാൻ പാടില്ല, കുറച്ച് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്യുന്നത്. നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ സോക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇത് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 സൈഡും ഒരു ചരിച്ച് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഒരു ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നും കൂടി സോക്ക് ചെയ്യുകയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സോക്ക് ചെയ്യാം, ഓവർ സോക്ക് ആവാൻ പാടില്ല, എന്നാൽ എല്ലാം കൂടെ മിക്സ് ആയിപ്പോവും. ഇനി നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. ഇതിൽ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നില്ല, ഡയറക്റ്റ് മെയിൻ കോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. ക്രം കോട്ട് ആണെങ്കിൽ നമുക്ക് കൂടുതൽ വിപ്പിംഗ് ക്രീം ചേർക്കണ്ട, ജസ്റ്റ് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല സ്മൂത്താക്കി ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുത്ത് മെയിൻ കോട്ട് ചെയ്യണം. മെയിൻ കോട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിതിൽ മെയിൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബേക്കോ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. കറക്റ്റ് ലൈൻ വേണമെന്നാണെങ്കിൽ ചട്ടുകത്തിൻ്റെ പിടി വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ലീഫിന് കളർ കൊടുക്കുകയാണ്. ഇത് നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അതിൽ ഗ്രീൻ പിസ്ത എസൻസ് ഒഴിച്ചതാണ്. എന്നിട്ട് അതിലൊരു 4 ഡ്രോപ്പ് ഗ്രീൻ കളർ ജെൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ കളർ നമുക്ക് കിട്ടിയത്. ഇതുപോലെ ബ്രഷ് വെച്ച് നല്ല രീതിയിൽ എല്ലായിടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബ്രഷാണ് കുറച്ചും കൂടി നമുക്ക് ലീഫിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ നല്ലത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഞാൻ ഇടുന്നതാണ് ആ റെസിപ്പി. ഒന്നും കൂടി പറയാം. 2:1 റേഷ്യോയിൽ 1 കപ്പ് ചോക്ലേറ്റിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നതിനാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അതിൽ
കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ 2 എണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിപ്സ് ബട്ടർ പേപ്പറിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് വെച്ചിട്ട് എല്ലാത്തിനും കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കളർ മിക്സ് ചെയ്താൽ മതി. ഗ്രീൻ കളർ ഞാൻ കൂടുതലെടുത്ത് ബാക്കി എല്ലാത്തിനും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കളർ മിക്സ് ചെയ്യാണ്. ഇതിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒഴിച്ച് ഗനാഷും കൂടെ ഒഴിച്ചിട്ട് ആ യെല്ലോ കളറും അതിൻ്റെ കൂടെ ഒരു 2 ഡ്രോപ്പ് കാരമലൈസ്ഡ് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു സ്കിൻ കളർ കിട്ടുന്നത്. ഇത് പപ്പടത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു സൈഡ് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് റൗണ്ടാക്കി കൊടുക്കുകയാണ്. കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് പപ്പടത്തിന് കുറച്ചും കൂടെ ചിപ്സിൽ നിന്നും കുറച്ചും കൂടെ വലുതാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വലുതാക്കി കൊടുക്കുന്നത്. ഇത് ഇനി ഒരു പപ്പടം കുത്തിയോ സ്റ്റിക്കോ വെച്ച് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചിപ്സ് സെറ്റായി. നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. കറക്റ്റ് റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ റൗണ്ട് ഷേപ്പായിരുന്നാൽ മതി. ഇനി ചിപ്സിൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഡോട്ട്സ് ഇല്ലേ, നമുക്ക് സീഡിന് പകരം കാണുന്നത്, അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇതുപോലെ വരച്ചു കൊടുക്കണം. ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താൽ മതി, ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ വരച്ചു കൊടുക്കണം. 2 സൈഡിലും വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സൈഡിലും ഈ സെയിം അതേ കണക്ക് തന്നെ വരച്ചു കൊടുക്കണം. ടൂത്ത് പിക്കോ സ്റ്റിക്കോ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കണം. കൈ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് ലീഫിൽ വയ്ക്കാനുള്ള അച്ചാറിനുള്ളതാണ്. അതിനായിട്ട് ആദ്യം ഇഞ്ചി അച്ചാർ. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ബ്രെഡ് ക്രംസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രൗൺ സൈഡ്, ആ സൈഡ് നല്ല ക്രംസ് പൊടിച്ചിട്ട് അതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നാരങ്ങയ്ക്കാണ്. അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അതിൽ 2 ഡ്രോപ്പ് ഓറഞ്ച് ജെൽ കളർ ആഡ് ചെയ്യണം. അത് നല്ല മിക്സായതിന് ശേഷം അതിലൊരു ഡ്രോപ്പ് റെഡ് ജെൽ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ചാറിൻ്റെയൊക്കെ ഒരു കളറല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു ഡാർക്ക് ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ചോക്ലേറ്റ് ഗനാഷാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. 2 അച്ചാറിനും കൂടെ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഇപ്പം നാരങ്ങയ്ക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന, റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രേപ്സ്, ഗ്രീൻ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു നാരങ്ങയുടെ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങ അച്ചാറായി. ഇനി മാങ്ങ അച്ചാറിനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഓറഞ്ച് ചോക്ലേറ്റ് ഗനാഷിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഓറഞ്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് ഇടുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് ഇടുകയാണ്. സദ്യക്കുള്ള മാങ്ങാച്ചാറുമായി. ഇനി നമ്മൾ പച്ചടിക്ക് വേണ്ടിയിട്ടാണ്. പച്ചടിക്ക് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് അതിൽ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന, നമ്മൾ ഇതിന് കേക്ക് ലെയറിന് വേണ്ടിയിട്ട് വിപ്പ് ചെയ്തില്ലേ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുകയാണ്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് വൈറ്റ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ അരച്ചതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രംസ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്ട്രോബെറി ക്രഷാണ്. ഒരു 1.5-2 ടീസ്പൂൺ അടുപ്പിച്ച് സ്ട്രോബെറി ക്രഷ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം അതിന് കറക്റ്റ് കളറ് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസും കൂടി ഒരു 3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ബീട്രൂട്ട് പച്ചടിയുടെ കളറ് കിട്ടിയത്. തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് പച്ചടിയായി.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തോരനാണ്. അതിനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് ബാക്കിയിരുന്ന നട്ട്സും മിക്സ് ചെയ്ത് അതിൽ മാംഗോ എസെൻസും കൂടി 2 ഡ്രോപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തതാണ് തോരനായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയലിൻ്റെ പരുവമാണ്. അതിനായിട്ട് ഗ്രീൻ കളർ ഗ്രേപ്സ് നീളത്തിനരിഞ്ഞതും നമ്മൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്ത് വച്ചിരുന്ന കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ ബാക്കിയും ചെറിയും നീളത്തിനരിഞ്ഞിട്ടതിന് ശേഷം അതിൽ 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിസ്ത സ്പോഞ്ചിൻ്റെ ബാക്കി ക്രംസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവിയൽ എന്ന് പറയുമ്പോൾ ഫുൾ ഗ്രീൻ അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ക്രംസ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തത്. ഇൻ കേസ് ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗമല്ലേ സൈഡ്, ആ ഭാഗം ക്രംസാക്കി നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് നല്ല കുഴച്ച് വെച്ചേക്കുക. എന്നിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു നോസിലോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ കൊണ്ട് ജസ്റ്റ് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു നട്ട്സിൻ്റെ കാഷ്യൂനട്ടിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഒരു 2-3 ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറച്ച് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കൊക്കോ പൗഡർ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ബ്രഷ് വെച്ച് ആ ഉപ്പേരിയിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു ലൈറ്റ് ബ്രൗണും ഡാർക്കും ആയിട്ടുള്ള ഉപ്പേരിയിലേക്ക് ആ ഒരു കളർ നമുക്ക് കിട്ടും. ഇതുപോലെ 2 സൈഡും നല്ല രീതിയിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും അതിൽ ഒരു 3 ഡ്രോപ്പ് മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി കളർ വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡ്രോപ്പ് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഡ്രോപ്പ് എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ വിളമ്പാം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഇതെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇലയുടെ നീളം നോക്കിയിട്ട് വേണം എല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സായി പോവും. കുറച്ച് ഗ്യാപ്പ് വിട്ടിടുകയും ചെയ്യണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് എല്ലാം കൂടെ മിക്സായി കുളമായി പോവും. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, ബീട്രൂട്ട് പച്ചടി, തോരൻ, അവിയൽ, ഇത്രയാണ് നമ്മൾ കൂട്ടുകറിയിലിടുന്നത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ചിപ്സും ഉപ്പേരി ഞാൻ എല്ലാം വയ്ക്കുന്നില്ല, 2 എണ്ണേ വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന പപ്പടത്തിൽ ഉപ്പേരിക്ക് ഡസ്റ്റ് ചെയ്ത് കണക്ക് തന്നെ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ക്ലിപ്പ് ഞാൻ എടുത്തില്ല, വിട്ടുപോയി. ഇനി നമ്മൾ ബ്രെഡിൻ്റെ സെൻറ്റർ 2 സൈഡും കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ബ്രെഡ് ക്രംസ് ആണ്. വൈറ്റ് ബ്രെഡ് ക്രംസ് തന്നെ ഇടാൻ നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന പരിപ്പ് കറിയും കൂടെ ഒഴിക്കുകയാണ്. ഇതിൽ കുറച്ചും കൂടെ ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം കടുവറുത്തതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചടികളിലും തോരനും 2 അച്ചാറിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സദ്യ കേക്ക് റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ കേക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ബൈ.